തബലിസ്റ്റ് മഹേഷ് മണി കൂടി ചേരുന്നുണ്ട്. ശ്രീ മഹേഷ് മണി, ഇപ്പോൾ ഈ പുതിയ ജനറേഷനിലുള്ള ആളുകളൊക്കെ വേദിയിലെത്തുമ്പോൾ അവർ ഈ ഓഡിയൻസുമായി സംവദിക്കുന്നത് നമുക്ക് കേൾക്കാം, ഇപ്പോൾ ഗായകരൊക്കെ. പക്ഷേ അതിനൊക്കെ എത്രയോ മുമ്പ് ഉസ്താദ് ചില താളങ്ങൾ, അതിനെ എനിക്ക് ടെക്നിക്കലി പറയാൻ അറിയില്ല, ഒരു ആസ്വാദകൻ എന്ന നിലയിൽ കേട്ടിട്ടുണ്ട് എന്നത് മാത്രമാണ്, ചില താളങ്ങൾ ആളുകളെ കൊണ്ടിങ്ങനെ കൈകൊണ്ട് ഒരു താളം പിടിപ്പിച്ച് അതിനുശേഷം അദ്ദേഹം വായിക്കുന്നു, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെ കൂടുതൽ ജനകീയമാക്കുക, ജനങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ഇനവായി ഇതിനെ മാറ്റുക, ആ വിരുദിനെ എങ്ങനെയാണ് കാണേണ്ടത്? അല്ല, ഞാന് ഷാക്കിർ സാറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്, ഷാക്കിർ സാറിന് മുൻപും ഒരുപാട് തബല ലെജൻസുകളുണ്ട്. അതെ. പക്ഷേ തബലയുടെ ഒരു എന്താ പറയുക ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത്, കാരണം ഷാക്കിർ സാറിന് ഈക്വലായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെക്കാനേ പറ്റത്തുള്ളൂ. കാരണം അദ്ദേഹത്തിന് തുല്യമായിട്ട് അദ്ദേഹം മാത്രമേ ഉള്ളായിരുന്നു. കാരണം ഈ തബല എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റിനെ ഇത്രയും ജനകീയമാക്കിയത് അദ്ദേഹത്തിനെ പോലെ ആരുമില്ല. കാരണം ഫ്യൂഷൻ ആണെങ്കിലും ഗസലിനാണെങ്കിലും കഥക്കിനാണെങ്കിലും കർണാട്ടിക് മ്യൂസിക്കിന്റെ കൂടെ ആണെങ്കിലും വെസ്റ്റേൺ മ്യൂസിക്കിന്റെ കൂടെ ആണെങ്കിലും അദ്ദേഹം അതിന്റെ കൂടെ എന്ന് പറയുന്നത് നമ്മള് വെള്ളം ഓരോ കാര്യം പറഞ്ഞ പോലെയാണ്. ഏത് കുപ്പിയിൽ ഒഴിച്ചാൽ ആ പാത്രത്തിന്റെ രൂപം വരുമെന്ന് പറഞ്ഞ പോലെയാണ് ഷാക്കിർ സാർ. അങ്ങനെ ഒരു പ്രതിഭാസമായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. ഉസ്താദ് ഫസൽ ഖുറേഷി സാറിന്റെ സ്വന്തം ബ്രദറിന്റെ അടുത്താണ് പഠിച്ചത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ ഷാക്കിർ സാറിന്റെ കടുത്ത ഫാനായിരുന്നു. ഞാനെന്നല്ല, ആ ജനറേഷനിലും ഈ ജനറേഷനും എല്ലാവരും, എല്ലാ തബല പഠിക്കുന്ന തബല സ്റ്റുഡൻസ് ആണെങ്കിലും തബല പ്ലേയേഴ്സ് ആണെങ്കിലും ഷാക്കിർ സാറിന്റെ അത്രയും ഭയങ്കര തീവ്ര ഫാനായിരുന്നു. എനിക്ക് വളരെ അടുത്ത് ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു തബല വീഡിയോ ചെയ്തു. സമർപ്പണം എന്ന് പറഞ്ഞ സാറിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തു. സാർ അത് കേട്ടിട്ട് അത് തിരിച്ച് റിപ്ലൈ ചെയ്തു. ബെർക്കിലി കോളേജിൽ ആ വീഡിയോ സാർ അത് അവിടെ പ്രദർശിപ്പിച്ചു. അത് എൻ്റെ അടുത്ത് ശങ്കർ മഹാദേവൻ സാറാണ് പറയുന്നത്, ഇങ്ങനൊരു സംഭവം ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ശക്തി ബാൻഡിന്റെ ഒരു പ്രോഗ്രാമിന് മുമ്പായിട്ടായിരുന്നു അവർ ചെയ്തത്. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ എന്താ പറഞ്ഞത്, അദ്ദേഹത്തിനെ കുറിച്ച് അതുപോലെ എന്റെ മകന് സാർ അതുപോലെ തന്നെ വന്ന് കണ്ട് അവന്റെ ഒരു വീഡിയോ കാണിച്ച് ബ്ലെസ്സിങ്സ് ഒക്കെ തന്നു. സാറിന് തുല്യമായിട്ടെന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല. കാരണം ഇത്രയും ജനകീയമാക്കിയ ഒരു തബല ആർട്ടിസ്റ്റ് വേറെ ആരുമില്ല. കാരണം നമ്മൾ എന്താ പറയുന്നത്, അത് മാത്രമല്ല, ഈ അല്പസമയം മുമ്പ് ശ്രീമതി ഗായത്രി സൂചിപ്പിച്ചതുപോലെ ഈ താരപരിവേഷത്തിലൊക്കെ നിൽക്കുന്ന ആൾ ഒരു സാധാരണ ഇന്ത്യക്കാരന് പോലും സാധിക്കാത്ത തരത്തിലുള്ള പുരസ്കാരങ്ങൾ, നേട്ടങ്ങൾ, ഫെലോഷിപ്പുകൾ, പല രാജ്യങ്ങളും അവിടുത്തെ കലാകാരന്മാർക്ക് നൽകുന്ന പരമോന്നതമായ പദവികൾ. ഗായത്രിജി പറഞ്ഞ കറക്റ്റ് ആണ്. കാരണം വെച്ചാല് അത്രയും ഉണ്ട്. പക്ഷെ അത്രയും സിംപ്ലിസിറ്റി ആയിട്ടൊരു അത്രയും സിമ്പിൾ ആയിട്ട് ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന അത്ര ഒരു മനുഷ്യനായിരുന്നു. പുരസ്കാരങ്ങളും അതിനപ്പുറത്തും. കാരണം എന്താ പറയുന്നത്, അദ്ദേഹത്തിനെ പോലെ കിട്ടിയ ഒരു ഇന്ത്യൻ മ്യൂസീഷ്യൻ ഇല്ല, വേറെ ആരും ഇല്ല. ഒപ്പം ഈ പലതരത്തിൽ ഇപ്പോൾ ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഭാഗമായാണല്ലോ, ഈ മുഗൾ കാലഘട്ടത്തിലാണല്ലോ രാജ്യത്ത് തബല കൂടുതൽ ജനകീയമാവുകയും അല്ലെങ്കിൽ ആ ഒരു സംഗീത ശ്രേണിയുടെ ഭാഗമാകുന്നു. പിന്നീട് അത് എല്ലാത്തിൻ്റെയും, ഇപ്പോൾ കർണാടക സംഗീതത്തിൻ്റെയും ഒക്കെ ഭാഗമായി അങ്ങനെ അതിർവരമ്പുകളില്ലാത്ത ഒന്നായി മാറുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ ഈ തബല വാദനത്തിൽ ഏത് ശൈലിയെ ആണ് താങ്കൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്? അദ്ദേഹത്തിന്റെ ഏത് ശൈലി എന്ന് പറയാൻ പറ്റത്തില്ല സാർ. കാരണം എന്ന് വെച്ചാല് അദ്ദേഹം കർണാട്ടിക് മ്യൂസിക്കിന്റെ കൂടെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിന്റെ കൂടെ വായിക്കുമ്പോൾ ആ ഒരു രീതിയിലായിരിക്കും സാർ, കർണാട്ടിക് സ്റ്റൈലിലായിരിക്കും പുള്ളി വായിക്കുന്നത്. കാരണം സംഗീതത്തിനൊപ്പം തബല വായിക്കാറുണ്ട് അല്ലെ? എന്തോ പോപ്പ് സംഗീതത്തിനൊപ്പം തബല വായിക്കാറുണ്ട്. പോപ്പ് സംഗീതത്തിനൊപ്പം തബല വായിക്കാറുണ്ട്. കാരണം അവരുടെ ഒരു ബാൻഡ് ഉണ്ട്, ശക്തി എന്ന് പറയുന്ന ഒരു ബാൻഡ്. റിമെമ്പർ ശക്തി. ആദ്യകാലത്ത് ജോൺ മക്ലോഫിൻ സാറ്, പിന്നെ എൽ ശങ്കർ സാറ്, ജാക്കിർ സാറ്, അങ്ങനെ ഒരു ടീമായിരുന്നു, അവരായിരുന്നു. പിന്നെ അതിനുശേഷം മാൻഡോലിൻ ശ്രീനിവാസ് സാറ്, ശങ്കർ മഹാദേവൻ സാറ്, പിന്നെ ഗഞ്ചറ നമ്മുടെ
ബിക്കു വിനായക് സാറിന്റെ മകൻ അവര് വന്നു. അങ്ങനെ ഒരു ടീമായിട്ട് വന്നു. അവരൊരു ബാൻഡ് ഉണ്ടായിരുന്നു, അത് വന്നു. പക്ഷെ അതൊരു ഫ്യൂഷന്റെ രീതിയിൽ കഥക്കിന്റെ കൂടെ പുള്ളി ബിർജു മഹാരാജിലൂടെ വായിക്കും, ആ ഒരു രീതിയിൽ വായിക്കും. ഗസലിന്റെ കൂടെ ഹരിഹരൻ സാറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സാക്കിർ സാർ വായിച്ചാണ് ഹാസിർ എന്ന് പറയുന്ന ഗസല്. അത് ഭയങ്കര പോപ്പുലർ ആയ കാരണം അത് ഏറ്റവും കൂടുതൽ ഹരിഹരൻ സാറിന്റെ ഒരു ഗസലിന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞത് ഈ ഒരു കാസറ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതിൽ തബല വായിച്ചിരിക്കുന്ന സാക്കിർ ഹുസൈൻ സാറുകാർ ആണ്. രണ്ടാമത് വീണ്ടും ഹാസർ 2 ഇറങ്ങിയിരുന്നു. കാരണം അതുപോലെ തന്നെ പുള്ളി സിംഫണിയുടെ കൂടെ വായിക്കുന്നു, ഫ്ലൂട്ടിന്റെ കൂടെ വായിക്കുമ്പോൾ ചൗരസി സാറിനെ പോലെ ആൾക്കാരുടെ കൂടെ വായിക്കുന്നു. ബാലമുരളീകൃഷ്ണൻ സാർ ഒരിക്കൽ പറഞ്ഞതാണ് ബാലിയാണെന്ന് പറഞ്ഞു. ബാലി അതായത് എതിരെ വരുന്ന ആളുടെ പകുതി ശക്തിയും കൂടെ പുള്ളിക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. കാരണം അത്രയും എന്താ പറഞ്ഞത്, ഒരു അത്രയും എനർജി ആയിരുന്നു സാക്കിർ സാറ്. അത് സ്റ്റേജിൽ അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേദിയിൽ ഇരിക്കുമ്പോ അദ്ദേഹത്തെ മാത്രമേ ആളുകൾ ശ്രദ്ധിക്കത്തുള്ളായിരുന്നു. അത്രയും തേജസ് ആയിരുന്നു. അത് കാരണം ആ മനുഷ്യന്റെ അത്രയും എളിമയും വിനയവും അദ്ദേഹത്തിന്റെ ആ എന്താ പറയുന്നത് മ്യൂസിക്കിനോടുള്ള ആ ഒരു ഡെഡിക്കേഷനും പവറും ഒക്കെ ആയിരുന്നു. അത് ഞാനൊന്നും അങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള സംഗീതജ്ഞരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വളരെ നന്ദി ശ്രീ മഹേഷ് മണി ഞങ്ങളോട് പ്രതികരിച്ച